നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഞാൻ ഒരു ദിവസം മുന്നേ ആയിരുന്നു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിന്റെ കോണ്ടന്റ് എന്തുകൊണ്ട് എൻസോ ഫെർണാണ്ടസ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം, എന്താണ് അവന്റെ ഉണ്ടാവുന്ന ഗുണം, മിഡ്ഫീൽഡ് ഉണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ എന്നീ പറഞ്ഞ കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കായിരുന്നു. ഒരു ദിവസം മുന്നേ ഞാൻ ഒരു ദിവസം വൈകി, അപ്പോഴത്തേക്കും കഥകൾ മൊത്തം മാറി. അപ്പൊ ടോപ്പിക്കിന്റെ കോണ്ടന്റ് മാറിയാണ്. കാരണം ഫെബ്രിസോ റൊമാനോ, ബെൻ ജേക്കബ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ക്ലിയർ. എൻസോ മറസ്ക അപ്രീഷിയേറ്റ്സ് എൻസോ ഫെർണാണ്ടസ്. എൻസോ എന്നുള്ള പേരുകൊണ്ടായിരിക്കണം അവർ രണ്ടുപേർക്കും തമ്മിൽ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നുള്ളത്. ചെൽസി വളരെ വ്യക്തമാണ്. 120 മില്യൺ പൗണ്ട് തരികയാണെങ്കിൽ ആ പ്ലെയർ നിങ്ങളുടെ. ആൻഡ് ഇൻഫാക്ട് ഇതാണ് കോമഡി. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ബെൻഫീക്ക എന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് അതേ സാധനം നമ്മളിപ്പോൾ സിറ്റിയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ സിറ്റി അല്ല അവരുടെ ഏജന്റിനോട്. ആൻഡ് ചെൽസി വളരെ വ്യക്തമാണ്. എൻസോ ഫെർണാണ്ടസ് അല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, അവന്റെ ഏജന്റാണ്, പസ്റ്റോറയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചെൽസിയുടെ നിഗമനം. എൻസോ ഫെർണാണ്ടസ് ഇസ് ഹാപ്പി ടു സ്റ്റേ അറ്റ് ചെൽസി. നിൽക്കുന്നതിലും ഹാപ്പിയാണ്, പോകുന്നതിലും ഹാപ്പിയാണ്. ഇതൊക്കെയാണ് PR സ്റ്റണ്ട്. അതായത് പ്ലെയറിന്റെ മേലിലല്ല പ്രഷർ. നമുക്ക് ആർക്കും പ്ലെയറിനോട് വെറുപ്പ് തോന്നിക്കാണ്ടിരിക്കാൻ രീതിയിലുള്ള ഒരു സംഭവം. പ്ലെയർ ഇസ് ഹാപ്പി ടു സ്റ്റേ, ബട്ട് നല്ലൊരു ബിഡ് വന്നാൽ ചെൽസി മൈറ്റ് സെൽ. ഇൻഫാക്ട് അതേ സംഭവം തന്നെയല്ലേ നമ്മൾ ഇവനെ സൈൻ ചെയ്തപ്പോഴും ഉണ്ടായത്. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി പറയുന്നു 120 മില്യൺ തരാൻ നമ്മൾ തയ്യാറല്ലെന്ന്. എലിയറ്റ് ആൻഡർസൺ എന്ന് പറയുന്ന ഒരു അൺപ്രൂവൻ ആയിട്ടുള്ള ഒരു പ്ലെയറിന് അവർ 116 മില്യൺ കൊടുത്ത് മേടിച്ചു. അൺപ്രൂവൻ ഇൻ ദ സെൻസ് മീൻസ് മോശം പ്ലെയർ എന്നല്ല ഞാൻ പറയണത്, ഓൺ എ ബിഗ് സ്റ്റേജ് അവൻ ഇപ്പോഴും വളർന്നു വരാനുണ്ട്. എൻസോ ഫെർണാണ്ടസ് അങ്ങനെയല്ല. ഈസ് എ വേൾഡ് കപ്പ് വിന്നർ, എ വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ്. ഓൾറെഡി ചെൽസിയിലെ 3 ടർബുലൻസ് സീസണിൽ അവൻ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹീസ് എ വേൾഡ് ചാമ്പ്യൻ, റൈറ്റ്? എന്നിട്ട് ആ ഒരു പ്ലെയറിനെ നമുക്ക് 120 മില്യണിന് വിൽക്കാനാണ്. പിന്നെ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് വി അണ്ടർ പ്രൈസ്ഡും. നമ്മൾ 140 മില്യണെങ്കിലും കൊടുക്കണമായിരുന്നു. കാരണം എലിയറ്റ് ആൻഡേഴ്സും മോർഗൻ റോജേഴ്സും ഒക്കെ 116, 117 മില്യണിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ഇസ് വർത്ത് 140 മില്യൺ പൗണ്ട്സ്. തന്നോ ആണെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഈ ഒരു ആഴ്ച സമയമുണ്ട് എന്നുള്ളതാണ് ഫെബ്രിസോ റൊമാനോ പറഞ്ഞത്. പക്ഷെ ദിസ് ഇസ് ട്രാൻസ്ഫേഴ്സ്. ഒരാഴ്ചയും സമയം കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇത് ചിലപ്പോൾ ഡ്രാഗ് ചെയ്ത് ഈ മാസം അവസാനം വരെ പോയി എന്ന് വരും. ബട്ട് ചെൽസിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ടോക്സും നമ്മൾ എന്റർടൈൻ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ക്ലിയർ. ആൻഡ് ഒരു കണക്കിന് ഐ ലൈക്ക് ഇറ്റ്. അത് പ്രാബല്യത്തിലേക്ക് ആവുമോ എന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് വെരി ക്ലിയർ. ബ്രദേഴ്സ്, യു നീഡ് ഹിം. 120 മില്യൺ തന്നോ, ഇല്ലെങ്കിൽ ഹി റിമെയിൻസ് ആസ് എ ചെൽസി പ്ലെയർ. ഹി ഈസ് ഹാപ്പി ടു സ്റ്റേ. വി ആർ ഹാപ്പി ടു സ്റ്റേ ഹിം. അലോൺസോ ഇസ് ഹാപ്പി ടു ഹാവ് ഹിം. കൈസഡോ ഇസ് ഹാപ്പി ടു ഹാവ് ഹിം. ഞങ്ങൾക്ക് വേറെ പ്രശ്നമല്ല. അല്ലാന്നുണ്ടെങ്കിൽ 120 മില്യൺ പൗണ്ട്സ് പോവുക. അവന്റെ സാലറി ഇൻക്രീസും സാലറി ഡിസ്കഷനും ഒരു മണ്ണം കെട്ടി ഇനി നടക്കാൻ പോകുന്നില്ല. പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സാലറി ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്തെന്ന് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവൻ കളിക്കുള്ളൂ. കാരണം കോൺട്രാക്ട് നമ്മുടെ കയ്യിലാണ്. അവൻ ഓൾറെഡി എൻസോ ഫെർണാണ്ടസ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞു. അവൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാനത് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കോൺട്രാക്റ്റിലുള്ള ഒരു പ്ലെയറിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കോൺട്രാക്റ്റിലുള്ള പ്ലെയറിനെ നമുക്ക് ചെറുപടിയിൽ നിന്ന് വിൽക്കാനും പറ്റില്ല. രണ്ട് സൈഡിലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്ലെയറിനും ഗുണം ചെയ്യും, കമ്പനിക്കും ഗുണം ചെയ്യും. അപ്പോൾ ദിസ് ഫോർ മീ ഈസ് ഒരു ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്, ഒരു ഡേജാവു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. എന്താണോ ബെൻഫിക്കയായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് അതേ സാധനം നമ്മളിപ്പോൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. നമ്മളൊരു മിഡ്ഫീൽഡറിനെ ഇനിയിപ്പോൾ സൈൻ ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ എൻസോ ഫെർണാണ്ടസ് പോയാൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. വിൽ ബി സൈൻ ഫോർ എ മിഡ്ഫീൽഡർ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് മിഡ്ഫീൽഡർ. പിന്നെ അതിനിടയ്ക്ക് കുറെ റൂമേഴ്സ് ഒക്കെ വന്നു. റൂമേഴ്സ് സുബമെൻഡി, ലൂയിസ് കെല്ലി, ലൈക്ക് അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു തള്ളി. ചിലപ്പോൾ ഓഫേർഡ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് നെവർ ഗോയിങ് ടു ഹാപ്പൻ. സുബമെൻഡിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ആർട്ടേറ്റയുടെ സിസ്റ്റത്തിൽ. അങ്ങനെ ചുമ്മാ വിൽക്കാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കുറവ്. വിറ്റിരിക്കാം, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ട്രാൻസ്ഫറിലൊന്നും ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബട്ട് ഒരു കുറെ ലോജിക്കിലേക്ക് ചിന്തിച്ച് നടക്കുന്നില്ല. ബട്ട് അതൊക്കെ വേറൊരു കാര്യം. ബട്ട് ദിസ് വൺ, എൻസോ ഫെർണാണ്ടസിന്റെ കേസിൽ ചെൽസി ഹാസ് മേഡ് ഇറ്റ് ക്ലിയർ. കുറച്ച് ദിവസമുണ്ട്, ഒരാഴ്ചയുടെ സമയം. ബൈ ഇറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ആൻഡ് എനിക്കൊരു വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയും സിറ്റിയുള്ള റിലേഷൻഷിപ്പ് ഇതിന്റെ പേരിൽ കുറേ കൂടെ സോവറായി വരും. കാരണം ഈ മെറസ്കയുടെ ഈ ഓർഡറിലുള്ള ഒരു ഡീല് നമുക്ക് 17 മില്യൺ പൗണ്ടാണ് നമുക്ക് കോമ്പൻസേഷൻ ഒരു കോച്ച് പോയതിന്റെ പേര് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര വലിയൊരു ഫീസാണ് 17 മില്യൺ പൗണ്ട് എന്ന് പറയുന്നത് ഒരു കോച്ചിന്റെ പേരിൽ. അപ്പോൾ അതും ആ ഒരു ഇഷ്യൂസും ഉള്ളത് നമ്മൾ ഓർക്കണം. ക്ലബ് ടു ക്ലബ് റിലേഷൻഷിപ്പ് മോശമാവരുത്. പ്രത്യേകിച്ച് ഒരു കോച്ചിന്റെ പേരിൽ. പെഡ്രോ നെറ്റോന്റെ പേരിൽ വേറെ ഇത് തന്നെ ഒരു കുത്തിത്തിരിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവരും ആവശ്യമുണ്ട്. പെഡ്രോ നെറ്റോന് ആവശ്യമുണ്ട്, ഗുസ്തോന് ആവശ്യമുണ്ട്,
എൻസോ ഫെർണാണ്ടസിനുണ്ട്. പക്ഷെ പൈസ തരാനില്ല. 18 വയസ്സുള്ള വേറൊരു മിഡ്ഫീൽഡറിന് അവർ 85 മില്യണോ എന്തോ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു പ്രൂവൻ പ്ലെയറിന് 120 മില്യൺ തരാൻ തയ്യാറല്ല എന്ന് പറയൽ അർത്ഥമല്ല. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഐ ലൈക്ക് ദാറ്റ് സ്റ്റാൻസ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം Chelsea Garden.